ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള T20 പരമ്പരയിലെ അഞ്ചാമത്തെയും അവസാനത്തെയും പോരാട്ടം ഇന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. ഈ മത്സരത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ സ്വന്തം നാട്ടിൽ ആദ്യമായി കളിക്കാനൊരുങ്ങുന്ന സഞ്ജു സാംസണിലേക്കാണ്. ഇന്ത്യ-ന്യൂസിലൻഡ് T20 പരമ്പരയിലെ അഞ്ചാമത്തെയും അവസാനത്തെയും പോരാട്ടം ഇന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുകയാണ്. ഈ മത്സരത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ സ്വന്തം നാട്ടിൽ ആദ്യമായി കളിക്കാനൊരുങ്ങുന്ന സഞ്ജു സാംസണിലേക്ക് തന്നെയാണ്. ആവേശത്തിലാണ് കാര്യവട്ടം സ്റ്റേഡിയം. വരാനിരിക്കുന്ന T20 ലോകകപ്പിന് മുന്നോടിയായി ഇന്ത്യ ന്യൂസിലൻഡുമായി മത്സരിക്കുകയാണ്. ആദ്യ 3 മത്സരങ്ങളും ജയിച്ചുകൊണ്ട് പരമ്പര സ്വന്തമാക്കിയ ഇന്ത്യക്ക് പക്ഷേ 4ാം മത്സരത്തിൽ ഒന്ന് കാലിടറിയിരുന്നു. ഈ മത്സരങ്ങളിലെല്ലാം തന്നെ സഞ്ജു സാംസണ് കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ആയില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം സമ്പൂർണ്ണ പരാജയമായി മാറിയിരുന്നു. ICC T20 ലോകകപ്പ് തൊട്ടരികിൽ നിൽക്കവേ ഇന്ത്യൻ പ്ലേയിങ് 11-ൽ സ്ഥാനം നിലനിർത്താൻ മികച്ചൊരു ഇന്നിംഗ്സ് അദ്ദേഹത്തിന് കാഴ്ചവച്ചേ തീരൂ. പരിക്ക് കാരണം കഴിഞ്ഞ മത്സരത്തിൽ വിശ്രമം അനുവദിക്കപ്പെട്ട ഇഷാൻ കിഷൻ ഈ കളിയിലൂടെ ടീമിലേക്ക് മടങ്ങിയെത്തി. കൂടാതെ ആദ്യ മത്സരത്തിനിടെ പരിക്കേറ്റത് കാരണം തുടർച്ചയായി 3 കളിയിൽ പുറത്തിറക്കേണ്ടി വന്ന ഓൾറൗണ്ടർ അക്ഷർ പട്ടേലും ഈ മത്സരത്തിൽ മടങ്ങിയെത്തുമെന്നാണ് വിവരം. സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഈ മത്സരത്തിൽ ഇന്ത്യ വിശ്രമം നൽകിയേക്കുമെന്ന സൂചനയുമുണ്ട്. വളരെ മികച്ച രീതിയിലായിരുന്നു പരമ്പരയിലെ ഇന്ത്യയുടെ തുടക്കം. നാഗ്പൂരിലെ ആദ്യ മത്സരത്തിൽ ന്യൂസിലാൻഡിനെ 48 റൺസിനാണ് ഇന്ത്യ കെട്ടുകെട്ടിച്ചത്. റായ്പൂരിലെ 2ാം അങ്കത്തിലും ഇന്ത്യ ആധിപത്യം തുടർന്നു. 209 റൺസിന്റെ വിജയലക്ഷ്യം വെറും 16 ഓവറിൽ 3 വിക്കറ്റിന് മറികടന്നാണ് ടീം കരുത്ത് കാട്ടിയത്. ഗുവാഹത്തിയിലെ 3ാം T20-യിൽ ഇന്ത്യയുടെ മറ്റൊരു അതിവേഗ റൺ ചേസ് കൂടി കണ്ടു. 154 റൺസിന്റെ ലക്ഷ്യം വെറും 10 ഓവറിൽ 2 വിക്കറ്റിന് അനായാസം ഇന്ത്യ ചേസ് ചെയ്യുകയായിരുന്നു. പക്ഷേ വിശാഖപട്ടണത്തെ 4ാം അങ്കത്തിൽ കിവികൾ ഇന്ത്യക്ക് മൂക്ക് കയറിട്ടു. 50 റൺസിന്റെ ജയവുമായാണ് ന്യൂസിലാൻഡ് അന്ന് തിരിച്ചടിച്ചത്. ഇപ്പോഴിതാ 5ാം T20-ക്കായി കാര്യവട്ടവും ആരാധകരും ഒരുങ്ങിക്കഴിഞ്ഞു. സ്പോർട്സ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.